ഒന്ന് പെട്ടെന്ന് വേണം, ലേറ്റ് ആയി. അവൻ നമ്മളെ നോക്കി നിൽക്കുമായിരിക്കും. നിന്നെ അങ്ങോട്ട് കൊണ്ട് ചെന്നാലും മതി. ആദ്യം മുഖത്തിരിക്കുന്ന പപ്സിന്റെ പൊടി ഉടച്ചോടാ. ഇപ്പം പോയാ? ആ, നീ വേഗം വാ. ആ പിരിയൻ താമോദരം ഇപ്പൊ വരും. ഓണപ്പുരയുടെ അവിടെ പോയടാ. എത്ര നേരമായടാ, ഇത് എവിടെ പോയി കിടക്കുമായിരുന്നു? എന്താടാ ഒരു കള്ളലക്ഷണം? ഒന്നുമില്ല. അതുവിട്. നീ മാവേലി എൻട്രിക്ക് കൊണ്ടുവരാന്ന് പറഞ്ഞ വണ്ടി എന്ത് ചെയ്യും? എടാ, അത്തൻ ഡിസൈൻ ചെയ്യാന്ന് പറഞ്ഞു, ചെയ്തു. വണ്ടി വരുമെന്ന് പറഞ്ഞ്, വണ്ടിയും വരും. പിന്നെ ഇപ്പൊ കിണ്ടി കൊണ്ടുവരും. ഇല്ലടാ, ഈ കാര്യത്തിലേക്ക് ഇപ്പൊ സെറ്റാ. അതൊക്കെ പോട്ടെ, നീ ഏത് വണ്ടിയാളിയാ കൊണ്ടുവരുന്നത്? അത് ഞാൻ പറയത്തില്ല, അത് നീയൊക്കെ കണ്ടറിഞ്ഞാ മതി. കൊണ്ടറിയാതിരുന്നാ മതി അവസാനം. ഓ, പൂ പറിച്ചു കളിക്കുന്നോ? എത്ര പേരെ പൂവില്ലാതെ കഷ്ടപ്പെടുന്ന അറിയാം. ഇപ്പോഴത്തെ പിള്ളേര്. കുട്ടികളെ ശ്രദ്ധിക്കൂ, പ്രിൻസിപ്പൾ വരാൻ കുറച്ച് ലേറ്റ് ആവും. അതുകൊണ്ട് നമുക്ക് അത്തപ്പൂക്കള മത്സരം തൽക്കാലം നിർത്തിവെക്കാം. എല്ലാരും ഗ്രൗണ്ടിലേക്ക് വന്നേ, ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം. എടാ, എന്ത് വില കൊടുത്ത് ഇപ്രാവശ്യത്തെ പരിപാടിക്ക് നമുക്ക് സയൻസുകാരെ തോപ്പിക്കണം. ആ, കഴിഞ്ഞ പ്രാവശ്യം അവര് നമ്മളെ തോപ്പിച്ചോല്ലല്ലേടാ. കുട്ടികളെ, നമ്മുടെ ഓണപരിപാടികൾ തുടങ്ങാൻ പോവുകയാണ്. ആദ്യമായി ഓണപ്പാട്ട് മത്സരമാണ്. ഓണപ്പാട്ട് മത്സരത്തിന് പങ്കെടുക്കുന്നത് ടീം സയൻസ് ആൻഡ് ടീം കൊമേഴ്സ്. അപ്പൊ തുടങ്ങാം. ആദ്യം ടീം സയൻസ് പഠിക്കേ. തിരുവാവണിരാവ് മനസാകെ നിലാവ്. ഓണം എഴുതി കാണിച്ചാലേ വരുന്ന ഈ പാട്ടാ. കുറച്ച് വെറൈറ്റിയെ കൊണ്ടുപോടേ. താഴ്ത്തി കനത്ത പാദങ്ങളോടെ, താഴ്ത്തി കനത്ത പാദങ്ങളോടെ, താഴ്ത്തി കനത്ത പാദങ്ങളോടെ, താഴ്ത്തി 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 കനത്ത പാദങ്ങളോടെ, താഴ്ത്തി കനത്ത പാദങ്ങളോടെ, താഴ്ത്തി കനത്ത പാദങ്ങളോടെ, താഴ്ത്തി താഴ്ത്തി. കള്ളവും ചതിയും തിന്മയും ഇല്ല, മൂന്നടി മണ്ണിനായി വാമനൻ എത്തി, മാവേലിയ വാമനൻ ചവിട്ടി താഴ്ത്തി താഴ്ത്തി താഴ്ത്തി. മാവേലിയെ മാവേലിയെ ഓണത്തിന് കറക്റ്റായിട്ട് വന്നോളണേ, നാട്ടാരുമേ വീട്ടാരുമേ ഓണക്കോടി ഇട്ടോണ്ട് നിന്നോളണേ. മാളോഹരില്ല നേരത്ത് മൂന്നടി മണ്ണും ചോദിച്ച് വാമനൻ താനെ വന്നിട്ട്, ആദ്യാടി ഭൂമി അളന്നിട്ട് പിന്നാടി പാതാളം അളന്നിട്ട് ലാസ്റ്റ് അടി തലയിൽ വെച്ചിട്ട് താഴ്ത്തി മാവേലിയെ ചവിട്ടി താഴ്ത്തി, താഴ്ത്തി മാവേലിയെ ചവിട്ടി താഴ്ത്തി, താഴ്ത്തി മാവേലിയെ ചവിട്ടി താഴ്ത്തി താഴ്ത്തി താഴ്ത്തി. തറപ്പൊളിയണ് മതിലിളകണ് ചുടുകട്ട വീഴണ്, പൊടിപ്പാറ്റിക്കൊണ്ട് നമ്മുടെ മാവേലിയെത്തണ്. തറപ്പൊളിയണ് മതിലിളകണ് ചുടുകട്ട വീഴണ്, പൊടിപ്പാറ്റിക്കൊണ്ട് നമ്മുടെ മാവേലിയെത്തണ്. കാലത്തെണീറ്റ് കുളിച്ചൊരുങ്ങി നീ ടെമ്പിളിൽ പോയിട്ട് വീട്ടിലെത്തി, ഓണക്കോടിയൊക്കെ എടുത്തണിഞ്ഞ് നീ ഇൻസ്റ്റയിൽ പിക്കിട്ട് പാട്ട് തപ്പ്, പൂക്കളമൊക്കെ നിരത്തി വെച്ച് 100 കൂട്ടം കറി കൊണ്ട് സദ്യ വെക്ക്. തറപ്പൊളിയണ് മതിലിളകണ് ചുടുകട്ട വീഴണ്, പൊടിപ്പാറ്റിക്കൊണ്ട് നമ്മുടെ മാവേലിയെത്തണ്. മാവേലി നാടുവാഴുമ്പോൾ മനുഷ്യരെല്ലാരും ഒന്നുപോലെ, കള്ളവും ചതിയുമില്ല എള്ളോളമില്ല പൊളി വചനം. അന്നേരം വന്നു വാമനവതാരം, മൂന്നടി മണ്ണിന് മാവേലിയെ അവൻ പാതാളത്തിൽ ചവിട്ടി താഴ്ത്തി. മാവേലിക്ക് ഹാപ്പി ഓണം പാടാലോ, ഓണസദ്യ കേറ്റാലോ, പായസം കുഴച്ചടിക്കാലോ, അമ്മയുടെ വീട്ടിൽ പോവാലോ, അമ്മയുടെ പൈസ വാങ്ങാലോ, കൈരളിയില് വല്യേട്ടം കാണാലോ. അടുത്തതായി ലെമൺ വിത്ത് സ്പൂൺ മത്സരമാണ്. അത് കുഴപ്പമാവോ? എന്ത് കുഴപ്പം? എല്ലാരും റെഡിയല്ലേ?
റെഡി സെറ്റ് ഗോ. അപ്പ് 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 അപ്പ്. ജയിച്ചേ. ആ എടാ മോനെ ജയിച്ചല്ലേ? അതാണല്ലോ ശീലം. ആ ഇവന്മാര് പറഞ്ഞു നീ കള്ളക്കളി കളിച്ചു. ഇതാണ് സാറേ ഇവന്മാരുടെ വാക്കും കൂടെ എന്നെ വെറുതെ. ഇത് വെയിലടിച്ചൊട്ടിയതാ. ഇങ്ങോട്ട് വാടാ. അവന്റെ കുട്ടികളെ അടുത്ത് നടത്താൻ പോകുന്ന മത്സരം. അതിന്റെ പേര് എനിക്ക് അറിയത്തില്ല, ഞാൻ വന്ന് കാണിച്ചു തരാം. കുട്ടികളെ കമ്പ് കണ്ടോ? ഈ കമ്പിൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ കറങ്ങണം. എന്നിട്ട് അതോ അവിടെ കാണുന്ന ആ ഒരു തൂണിൽ പോയി തൊടണം. ഞാൻ ഡെമോ കാണിച്ചു തരാം. ഡെമോ ആണോ നോക്കിക്കോ. പിരികത്തിനൊന്നും പറ്റിയില്ല സാറേ. ഇത് കുറച്ച് റിസ്കാ. ഓണപ്പരിപാടി മുടങ്ങരുത്. എന്ത് സംഭവിച്ചാലും ഓണപ്പരിപാടി മുടങ്ങരുത് കേട്ടോ. ഓരോരുത്തർ കയറി മത്സരിക്കടാ. എടാ ഇത്രയും കറങ്ങിട്ട് അവൻ സ്ട്രോങ് ആയിട്ട് നിക്കുന്നുണ്ടോ? കുട്ടികളെ അടുത്തതായി കസേര കളി മത്സരം. സാറേ ഇതെങ്ങനാ? ഡെമോ കാണിച്ചു തരുമോ? 60. അടി കൂടുന്നു. അതിവാശിയേറിയ തലയണടി മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തതായി തലയണടി കൊള്ളാൻ തലയണടിക്കായി എത്തുന്നത് സയൻസിൽ നിന്നും അനന്തു, കൊമേഴ്സിൽ നിന്നും ഭരത്. ഓക്കെ അല്ലേ? റെഡി സ്റ്റാർട്ട്. ജൂനിയേഴ്സ് യൂണിഫോം ആയിട്ടോണ്ട് വരണ്ടെന്ന് അറിയത്തില്ലടാ. ആരുടെ ഇവന്മാര്? ഇമാരിന്റെ കൂട്ടുകാരാ, ഓണപരിപാടി കാണാൻ വേണ്ടി കൊണ്ടുവന്നേ. വെളിയിൽ നിന്ന് ഒരുത്തനെ സ്കൂളിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. അത് നീ അങ്ങ് പറഞ്ഞാ മതിയോ? ആ അത് തൽക്കാലം ഞാൻ പറഞ്ഞാ മതി. പോടാ പോടാ, വെളിയിറങ്ങ്. പോ പോ പോ, സ്കൂളിന് വെളി പോടാ. വെളി പോടാ. ഞാൻ വരാനൊരു 5 മിനിറ്റ് താമസം താനും ഈ പിള്ളേരും കൂടെ എന്തോടെ കാണിച്ചു കൂട്ടുന്നത്? സാറെന്തോ സാറേ ഈ പഴം വിഴിഞ്ഞോട് നിൽക്കുന്നത്? വാദം എന്തെങ്കിലും പറ. ഒന്നുമില്ല സാർ. ഡോ താനില്ലായിരുന്നു ഇവിടെ, ഗ്രൗണ്ടിൽ എന്തോ നടന്നേ? സാർ അത് പോടാ വെളിയിറങ്ങ്. പോ പോടാ.
പോടാ, വെളിയിൽ പോടാ. നീയൊക്കെ എല്ലാവരും വീട്ടിൽ നിന്ന് ഉത്തരവാദപ്പെട്ടവരെ വിളിച്ചോണ്ട് വന്നിട്ട് മതി. ഇനി പരിപാടി ആഘോഷം എല്ലാം. ഹലോ അച്ഛാ. അച്ഛാ, ഹലോ അച്ഛാ. എടാ നിങ്ങള് സാറിന് ഞങ്ങളെ ഓർമ്മയുണ്ടോ? അച്ഛന് പ്രിൻസിപ്പലിനെ അറിയാമോ? ആ പിന്നെ അറിയാം. പിന്നെ മറക്കാൻ പറ്റുമോ? എടാ നീ ഇവിടെ കുത്തി വരച്ചോണ്ടിരുന്നോ? ആ സയൻസ് അവിടെ അത്തോട്ട് തുടങ്ങി. കിടില അത്തോടാ, ഒന്ന് കാണണം. ആഹാ, എന്നാ ഒന്ന് കാണണമല്ലേ. നമുക്ക് അകത്തോട്ട് പോയി നോക്കിയാലോ? എടാ നമ്മളിപ്പോ ചെന്ന് കഴിഞ്ഞാൽ അവന്മാർ അത്തം കോപ്പി അടിക്കാൻ വന്നേന്ന് വിചാരിക്കത്തില്ലേ? ഓ പിന്നെ, നീ വേണ. എന്തോടെ ഇവിടെ ക്ലാസ്സിന് വിളിപ്പോ? അത്തം കാണാൻ വന്നേ, കണ്ടിട്ടേ പോത്തോളൂ. എന്നാ നീയൊക്കെ കൊണ്ടോണ്ടേ പോത്തോളൂ. ആ കൊള്ളിക്കാടാ. അത്തം എന്റെ അത്തം. അടുത്ത സ്റ്റേജിൽ നടക്കാൻ പോകുന്നത് +1 വിദ്യാർത്ഥികളുടെ സിനിമാറ്റിക് ഡാൻസ്. പൊട്ടി പറക്കുന്ന ഡാൻസ് ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. കുട്ടികൾ കുറച്ച് അകലം പാലിക്കുക. അപ്പോ തുടങ്ങാം അല്ലേ? അടുത്തതായി +2 കുട്ടികളുടെ ഡാൻസ്. എന്തുവാണ് അവിടെ ശബ്ദം കേൾക്കുന്നത്? ഒന്ന് പോയി നോക്കിട്ടോ. ഓക്കെ സാർ. സാറേ, ഈ ചെറുക്കന്മാർ അടിച്ചന്മാർ വേറെ ആരുടെ വിളിച്ചോണ്ട് വന്നേക്കുന്നത്? ഇവന്മാരെ കൈ കിട്ടി അവന്മാര് തീർക്കും. ആ എന്നാ ഒന്ന് കാണണമല്ലോ. സാറേ, ഈ കിളവന്മാർ എന്തോ കാണിക്കാൻ പോവാ? സാറ് കണ്ടോ? എന്തായാലും നമ്മളായിട്ട് തുടങ്ങിയത് അച്ഛന്മാര് തീർത്ത് തന്നിട്ടുണ്ട്. എടേ, നീ മാവേലിയുടെ എൻട്രിക്ക് ഏതോ വലിയ വണ്ടി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് എന്തി എവിടെ? എടാ എവിടാ? എത്താറായോ? ആ ആ
എടാ ഞാൻ വണ്ടി വരുമെന്ന് പറഞ്ഞില്ലേ, വണ്ടി വരും.